യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം യേശുക്രിസ്തു വഴി എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകുവാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. മാനവരാശിക്ക് സകല അനുഗ്രഹങ്ങളും ദൈവം നൽകുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. നമ്മുടെ കുടുംബം എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് അല്ലെ മക്കൾക്ക് അനുഗ്രഹം നഷ്ടമായിട്ടു പോകുന്നു? എന്താണ് അതിന്റെ അടിസ്ഥാന കാരണം? അനുഗ്രഹത്തെ തടയുന്നത് എന്താണ്? എന്താ അനുഗ്രഹത്തെ തടയുന്നത്? നമ്മുടെ മേല്, നമ്മുടെ കുടുംബത്തിന്റെ മേല് ചൊരിയപ്പെടുന്ന അനുഗ്രഹങ്ങള്, നന്മകള് എന്തുകൊണ്ടാ തടയപ്പെടുന്നത്? പാപം. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, നമ്മൾ ചെയ്യുന്നതായ അകൃത്യങ്ങള്, തിന്മകള് നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന അനുഗ്രഹത്തെ തടയുക. ദൈവാനുഗ്രഹത്തെ തടയുന്നത്, ദൈവകൃപയെ തടയുന്നത് നമ്മൾ ചെയ്യുന്ന പാപങ്ങള്. നമ്മുടെ പാപങ്ങള് അനുഗ്രഹത്തെ തടഞ്ഞുകൊണ്ട് നാശത്തിലേക്ക്, തകർച്ചകളിലേക്ക് നമ്മളെ നയിക്കുകയാണ്. പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം ആദ്യമേ നഷ്ടപ്പെടുകയാണ്. ദൈവബന്ധം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെടുകയാണ്. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെടുന്നതോടെ ദൈവത്തിന്റെ അനുഗ്രഹവും നന്മകളും കൃപയും അഭിഷേകമൊക്കെ നമുക്ക് നഷ്ടമാവുകയാണ്. ചൊരിയപ്പെടുന്ന അനുഗ്രഹം നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്നില്ല, നമുക്ക് ലഭിക്കുന്നില്ല. ഇപ്പൊ പുറമെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആരും നനയുന്നില്ല. എന്താ കാരണം? ഒരു മേൽക്കൂര ഉണ്ട്. ഈ മേൽക്കൂര ഉള്ളത് കൊണ്ട് നിങ്ങൾ നനയുന്നില്ല. ഈ മേൽക്കൂരില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം നനയുമായിരുന്നു. പാപം നമ്മുടെ മേലുള്ള അനുഗ്രഹത്തെ തടയുന്ന ഒരു ശക്തിയായിട്ട് ഉദിക്കുകയാണ്. നമ്മുടെ മേലുള്ള നന്മകളെ തടയുന്ന ഒരു ശക്തിയായിട്ട് നിൽക്കുന്നത് പാപമാണ്. എന്താണ് ഈ പാപം? എന്താണ് ഈ പാപം എന്ന് പറയുന്നത്? മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നത്, പാപത്തിലേക്ക് വീഴ്ത്തുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് സാത്താൻ. സാത്താൻ എന്ന ശക്തിയാണ് മനുഷ്യനെ പാപത്തിലേക്ക് നയിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റി, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നഷ്ടപ്പെടുത്തി എല്ലാ തകർച്ചയുടെയും ബന്ധനത്തിന്റെ പടുകുഴിയിലേക്കാക്കുന്ന സാത്താൻ എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ഒരിക്കലും മറന്നു പോകണ്ട. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 4-5 വചനം. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു, നിയമത്തിന്റെ ലംഘനമാണ് പാപം. അപ്പോൾ നിയമം എന്താണ്? ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ പ്രമാണങ്ങൾ. ഇവയ്ക്കെതിരായിട്ട് എന്ത് ചെയ്താലും അത് പാപമായിട്ട് മാറുക. ദൈവകൽപ്പനകള്, ദൈവത്തിന്റെ വചനങ്ങൾക്ക് എതിരായിട്ട് അല്ലെ അതിന് വിരുദ്ധമായിട്ട് ജീവിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ അവയൊക്കെയും പാപമായിട്ട് മാറുന്നു.
അതേ അധ്യായത്തില് 8-ാമത്തെ വചനം പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്ന് ഉള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. അപ്പൊ ഒരു വ്യക്തിയെ പാപത്തിലേക്ക് നയിക്കുന്നത് പിശാചാണ്. ഒരു വ്യക്തിയെ പാപത്തിന്റെ അടിമത്തത്തിലാക്കുന്നത് പിശാചെന്ന ശക്തിയാണ്. അത് ഈ പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുതൽ കിട്ടുമ്പോൾ പാപ ആസക്തികളിലൂടെ നമുക്ക് മോചനം ലഭിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ വചനങ്ങളും നിരന്തരമായിട്ട് ലംഘിക്കുവാനായിട്ട് പിശാച് മനുഷ്യന്റെ ഉള്ളില് പ്രേരണ തന്നുകൊണ്ടിരിക്കുക. മനുഷ്യനെ ആ വിധത്തിലേക്ക് നയിക്കാനായിട്ട് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവത്തിന്റെ ചൈതന്യം അവനിൽ കുടികൊള്ളുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ കുടികൊള്ളുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നമ്മൾ പാപത്തിന്റെ വഴികളിലൂടെ അല്ല പോകുന്നത്. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് മാറണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനങ്ങളും ദൈവത്തിന്റെ കൽപ്പനകളും അനുസരിക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കണം. അതിന് ഒരു ബലപ്രയോഗം ആവശ്യമുണ്ട്. നമ്മുടെ ഭാഗത്ത് ശക്തമായ ഒരു തീരുമാനമുണ്ടാവണം. ഞാൻ പാപം ചെയ്യത്തില്ല, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കത്തില്ല, ദൈവത്തിന്റെ കൽപ്പനകൾ ഞാൻ അനുസരിക്കും. ഇത് നമ്മുടെ തീരുമാനമായിരിക്കണം. എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ വഴികളിലൂടെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശക്തമായിട്ട് നയിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. തീരുമാനങ്ങൾ എടുക്കുക, അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ ദൈവം വിട്ടിരിക്കുക. നിന്റെ മുൻപിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു, നന്മയും തിന്മയും വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് നിനക്ക് തെരഞ്ഞെടുക്കാം. നീ എന്തു തെരഞ്ഞെടുക്കുന്നു ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി നീ അനുഭവിക്കണം. ജീവനോ മരണമോ, നന്മയോ തിന്മയോ, ഏത് തെരഞ്ഞെടുക്കുന്നോ അതിന്റെ ഫലങ്ങൾ കൂടി തെരഞ്ഞെടുക്കുന്ന വ്യക്തികൾ അനുഭവിക്കേണ്ടി വരികയാണ്. നന്മ തെരഞ്ഞെടുത്താൽ നന്മയുടെ ഫലം, തിന്മയുടെ വഴിയിൽ പോയാൽ തിന്മയുടെ ഫലം വ്യക്തികള്, കുടുംബങ്ങള്, സമൂഹങ്ങള് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുവാൻ നിരന്തരമായിട്ട് പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ പാഞ്ഞു നടക്കുകയാ ദൈവത്തിന്റെ മക്കളെ പാപത്തിന്റെ കെണിയിൽപ്പെടുത്തുവാൻ, നാശത്തിലേക്ക് തള്ളിയിടുവാൻ. അലറുന്ന സിംഹത്തെ പോലെ നടക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. നമ്മളൊക്കെ, ഞാനും നിങ്ങളും ശരിക്കും യുദ്ധക്കളത്തിലാ. നമ്മുടെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തില് പിശാച് ആ യുദ്ധത്തിന് അവന്റെ ഭാഗത്ത് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ജഡമോഹത്തിലേക്ക്, ആസക്തികളിലേക്ക്, അങ്ങനെ എല്ലാം നമ്മളെ വീഴ്ത്താൻ വേണ്ടി പിശാച് നിരന്തരം പ്രവർത്തിക്കുന്നു. ഒരു യുദ്ധം നമ്മുടെ ഉള്ളിൽ നടക്കുക. നമ്മുടെ മനസ്സും ആത്മാവും ശരീരവും ഇതൊക്കെ തകർക്കാൻ വേണ്ടി പിശാച് നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. വചനം പറയുന്നുണ്ടല്ലോ, കള്ളൻ വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനുമാണ്. കൊല്ലുവാൻ, ഓരോ വ്യക്തിയുടെയും ആത്മീയ മരണം പാപത്തിലൂടെ സംഭവിക്കുക. ഒരു വ്യക്തിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ജീവൻ പോകുന്നതിനെ കുറിച്ചല്ല. ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ ജീവൻ, ദൈവിക ജീവനെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് പിശാച് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കൊല്ലുവാൻ, നശിപ്പിക്കുവാൻ. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്റെ ആത്മീയ മേഖല, നിന്റെ സമ്പത്ത്, ആരോഗ്യം, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാശം വിതയ്ക്കുവാനായിട്ട് തിന്മയുടെ ശക്തികൾ പാഞ്ഞു നടക്കുന്നു.
ഈ തിന്മയുടെ ശക്തി നിന്നെ തൊടാതിരിക്കണമെങ്കിൽ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവവും നിന്നോട് ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊല്ലുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനും നിന്നുള്ള വചനം, ദൈവകൃപ, അനുഗ്രഹമെല്ലാം പിശാച് മോഷ്ടിച്ചുകൊണ്ട് പോവുക. അതിനുവേണ്ടി അവൻ നിരന്തരം പരിശ്രമിക്കുന്നുണ്ടെന്ന് ഉള്ള തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നമുക്കൊരു ശത്രുവുണ്ട്, അത് പിശാച. ഒരു മനുഷ്യനും നമ്മുടെ ശത്രുവല്ല, പിശാചെന്ന ശത്രു. ആ ശത്രുവിനെ നേരിടാൻ ആത്മീയമായിട്ട് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം പറയുന്നു, ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ആ നന്മ ചെയ്യാത്തവർ ശരിക്കും പാപത്തിലാണ്. നന്മ ചെയ്യാത്തവർ ശരിക്കും പാപത്തിലാണെന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ നീ പാപത്തിലാണ്. നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും ആ നന്മ ചെയ്യുന്നില്ലെങ്കിൽ അത് പാപമാണ്. ശരിക്കും അത് കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ട പാപം തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും നന്മ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. കൂടുതൽ നന്മ ചെയ്യാനായിട്ട് പരിശ്രമിക്കുമ്പോൾ പാപത്തിന്റെ ശക്തികൾ നമ്മളെ വിട്ടുമാറും. പാപശക്തികൾക്ക് നമ്മളെ ഉപദ്രവിക്കാനായിട്ട് കഴിയുകയില്ല. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കർത്താവിന് കടന്നു വരാനുള്ള വഴി നീ ഒരുക്കണം. കർത്താവിന് വഴിയൊരുക്കുവിൻ. നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവിനെ കടന്നു വരാൻ നീ നിന്റെ ഹൃദയത്തെ ശുദ്ധമാക്കണം. നിന്റെ ഹൃദയത്തിലേക്ക് കർത്താവിന് പ്രവേശിക്കാൻ നീ വഴി ഒരുക്കണം. പാതകൾ നേരെയാക്കുക. വളഞ്ഞ വഴിയിലൂടെയാണ് പലരും ജീവിക്കുന്നത്. നിന്റെ പാതകൾ നേരെയാക്കണം. വളഞ്ഞ വഴികൾ അവസാനിപ്പിച്ച് നേരായ പാതയിലേക്ക് കടന്നു വരണം. താഴ്വരകൾ നികത്തപ്പെടും, താഴ്വരകൾ നികത്തപ്പെടും. നമ്മുടെ ഹൃദയത്തിലെ സ്നേഹത്തിന്റെ ശൂന്യത, വെറുപ്പ്, വിദ്വേഷം, അശുദ്ധിയെല്ലാം നീക്കപ്പെടണം. താഴ്വരകൾ നികത്തപ്പെടണം. ദൈവ സ്നേഹം കൊണ്ട് നമ്മൾ നിറയണം. കുന്നും മലയും നിരത്തപ്പെടും. ഹൃദയത്തിന്റെ ഉള്ളില് കുന്നും മലയും ഒക്കെ ഉണ്ട്. അഹങ്കാരത്തിൽ ഉയർന്നു നിൽക്കുകയാ, അഹന്തയിൽ ഉയർന്നു നിൽക്കുകയാ. ഞാനെന്ന ഭാവത്തിൽ ഉയർന്നു നിൽക്കുന്ന മനസ്സിന്റെ ഉടമകൾ ഒരുപക്ഷെ ഇവിടെയും ഉണ്ടായിരിക്കാം. കുന്നും മലയും ഒക്കെ നിരത്തപ്പെടണം. കർത്താവിന് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു വരാൻ വളഞ്ഞ വഴികൾ നേരെ ആക്കണം. വളഞ്ഞ വഴികൾ, ജീവിതത്തിലെ വളഞ്ഞ വഴികൾ നേരെയാക്കണം. വളഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുന്ന അനേക വ്യക്തികളുണ്ട്. ക്രിസ്ത്യാനിയാണ്, പക്ഷെ ക്രിസ്ത്യാനിയായിട്ടല്ല ജീവിക്കുന്നത്. ക്രിസ്തുവിന്റെ വചനമനുസരിച്ചല്ല ജീവിക്കുന്നത്. സാക്ഷ്യത്തിന്റെ ജീവിതമേ ഇല്ല. വളഞ്ഞ വഴികളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളഞ്ഞ വഴികൾ നേരെ ആക്കണമെന്ന് സ്നാപകൻ വിളിച്ചു പറയുക. പരുപരുത്തവ മൃദുവാക്കപ്പെടും. പരുപരുത്ത ഹൃദയത്തിന്റെ ഉടമകൾ, കടുപ്പമുള്ള ഹൃദയത്തിന്റെ ഉടമകൾ, പാപം ചെയ്ത് മനസ്സാക്ഷിയുടെ സ്വരം പോലും ഗ്രഹിക്കാൻ പറ്റാത്ത കടുപ്പമുള്ള ഹൃദയത്തിന്റെ ഉടമകൾ. എസെക്കിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, നിന്റെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസലമായ ഹൃദയം നിനക്ക് ഞാൻ നൽകും. ശിലാഹൃദയം, പാറ പോലെയുള്ള ഹൃദയം. പാപം ചെയ്ത് ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്ത് കടുപ്പമായ ഹൃദയങ്ങൾ, പരുപരുത്ത ഹൃദയങ്ങൾ, അത് മാറ്റപ്പെടണം. മാംസലമായ ഒരു ഹൃദയം, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും. എല്ലാവരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷയിലേക്ക് കർത്താവ് വിളിക്കുക. ദൈവരാജ്യത്തിലേക്ക് കർത്താവ് നമ്മളെ എല്ലാവരെയും വലിയ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തില് പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റുവാങ്ങിയ പത്രോസിന്റെ ആദ്യ പ്രസംഗം 2-ാം അധ്യായം 37-38 വചനങ്ങൾ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു,
നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പത്രോസ് എന്താ പ്രസംഗത്തിൽ പറഞ്ഞത്? എന്താ പറഞ്ഞത്? പശ്ചാത്തപിക്കുവിൻ. എന്താ പറഞ്ഞത്? ആ വാക്കൊന്ന് പറഞ്ഞേ. അവർ ഹൃദയം നുറുകിയിട്ട് വന്ന് ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പറയാ, നിങ്ങൾ പശ്ചാത്തപിക്കണം, പാപം ഉപേക്ഷിക്കണം. യേശു പ്രസംഗിച്ചതും സ്നാപകൻ പ്രസംഗിച്ചതും പത്രോസ് പ്രസംഗിച്ചതും തുടക്കവിധ. അടിസ്ഥാനപരമായിട്ട് ഹൃദയ പരിവർത്തനം, മാനസാന്തരം ഉണ്ടാകണം. പാപത്തിന്റെ വഴികൾ വിട്ട് ദൈവരാജ്യത്തിനുള്ളിൽ പ്രവേശിച്ച് ദൈവരാജ്യ നിയമം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ, അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് അനുഗ്രഹിച്ച് 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 ഉയർത്തും. ഹല്ലേലൂയ. ഒരു സംശയമില്ല, അനുഗ്രഹിച്ച് ഉയർത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മളെല്ലാവരും പാപികളാണ്. ചെയ്യുന്ന ഗൗരവമേറിയ ചില പാപത്തിന്റെ മേഖലകൾ ഞാനിത് പങ്കുവെക്കുകയാണ്. അനുദപിക്കുകയും നന്നായിട്ട് നിങ്ങൾ കുമ്പസാരിക്കാനൊക്കെ മനസ്സ് കാണിക്കണം. എല്ലാ പാപവഴികളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ദൈവത്തിന്റെ 10 കൽപ്പനകളില് എല്ലാ കൽപ്പനകൾ ലംഘനങ്ങളും പ്രശ്നമാണ്. ഏത് കൽപ്പന ലംഘിച്ചാലും അതിൻ്റെതായ തകർച്ചയുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് 1-ാം പ്രമാണത്തിന്റെ ലംഘനം, 2 6-ാം പ്രമാണത്തിന്റെ ലംഘനം, 5 കൊല്ലരുത്, വ്യഭിചാരിച്ചരുത്, കൊല്ലരുത്, അന്യദൈവങ്ങളെ ആരാധിക്കരുത്, മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് 4-ാമത്തെ പ്രമാണം, 5 കർത്താവിന്റെ അഭിഷിക്തരുടെ കണ്ണുനീര്. ഈ 5 പാപത്തിന്റെ മേഖലകളിൽ വ്യക്തികൾ വീണിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ തകർച്ച ഉറപ്പാണ്. മാറ്റമില്ലാത്ത കാര്യം. ഇത് എൻ്റെ വർഷങ്ങളായിട്ടുള്ള ധ്യാന അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പങ്കുവയ്ക്കുന്നത്. ഈ 5 മേഖലയിൽ പാപത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ, തകർച്ച വന്നിരിക്കും, അടിക്കടി പരാജയം വന്നിരിക്കും, പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ 5 മേഖലയെക്കുറിച്ച് പ്രത്യേകം നിങ്ങൾ ധ്യാനിച്ച് മാനസാന്തരപ്പെടണം, ആ വഴികൾ ഉപേക്ഷിക്കണം. അതിൽ 1-ാമത്തെ കാര്യം ഇതാണ്, അന്യ ദൈവ ആരാധന. ഒരിക്കൽ തൃശ്ശൂര് ഒരു ദേവാലയത്തിൽ ഞാൻ കൺവെൻഷൻ നടത്തുമ്പോൾ അവിടുത്തെ അച്ഛൻ എന്നോട് അവിടുത്തെ വികാരിയച്ഛൻ പറഞ്ഞാണ്, ബ്രദറെ, ഒത്തിരി പേരിവിടെ കുട്ടിച്ചാത്തൻ സേവയ്ക്കും അങ്ങനെ പരിപാടിക്ക് പോകുന്നുണ്ട്. കുട്ടിച്ചാത്തന് കൃത്യമായിട്ട് മാസം മാസം കാശ് കൊടുക്കുന്ന ബിസിനസ്സുകാർ തൃശ്ശൂരിലുണ്ട്. ഒരു വൈദികൻ തൃശ്ശൂരിനോട് ഷെയർ ചെയ്ത അനുഭവം. എത്രയോ പേരാണ് ഇങ്ങനെയൊക്കെ 1-ാം പ്രമാണ ലംഘനത്തിനായിട്ട് പോകുന്നത്. അന്യദൈവങ്ങൾക്ക് നേർച്ച കൊടുക്കുന്നവരും അതൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നിയമാവർത്തനം 18:9 മുതൽ 14 വരെ വചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് വരുമ്പോൾ അവിടുത്തെ ദുരാചാരങ്ങൾ നീ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശനികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രപ്രയോഗക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. ഇത്തരക്കാർ കർത്താവിന് നിന്ദ്യരാണ്. ഈ മ്ലേച്ഛ പ്രവൃത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവിന് മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശനികരെ ശ്രമിച്ചിരുന്നു, എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുവദിച്ചിട്ടില്ല. മന്ത്രവാദികള്, ജ്യോത്സ്യന്മാര്, പ്രാശനികര്, ഇവരെ ഒരിക്കലും കാണാനായിട്ട് കർത്താവ് ആരെയും അനുവദിച്ചിട്ടില്ല. ഉണ്ട്, ഒരു കാരണവശാലും കത്തോലിക്ക വിശ്വാസികള് കുട്ടിച്ചാത്തൻ സേവക്കാരനെടുക്കല്, മന്ത്രവാദിയെടുക്കല്, മറ്റുള്ള അങ്ങനെയുള്ളതായ അന്യദൈവങ്ങളുടെ പിന്നാലെ ഒരിക്കലും പോകാനായിട്ട് പാടില്ലെന്ന് ദൈവവചനം കർശനമായിട്ട് നമ്മോട് പറയുകയാണ്. ഉണ്ട്, ഈ വഴിയിലൊക്കെ ഈ മാർഗത്തിൽ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുമ്പസാരത്തിൽ നിർബന്ധമായിട്ട് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. ഇത് ഏറ്റുപറയേണ്ട ഗൗരവമേറിയ പാപമാണ്. സങ്കീർത്തനം 16:4 അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. അന്യ ദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കും. അന്യദേവന്മാരെ പിന്നാലെ പോകരുത്, അവരെ ആരാധിക്കരുത്, കുമ്പിടരുത്, നേർച്ച കാഴ്ച കൊടുക്കരുത്. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയബലി അർപ്പിക്കുകയില്ല, ഞാൻ അവരുടെ നാമം ഉച്ചരിക്കത്തില്ല. അന്യദൈവങ്ങൾക്ക് രക്തം കൊണ്ടുള്ള പാനീയബലി, കോഴിയെ വെട്ടുന്നു, അങ്ങനെ പല പരിപാടികൾ പലർക്കുമുണ്ട്. അതൊന്നും ചെയ്യാനുള്ള
രക്തബലി കൊടുക്കാൻ പാടില്ല, ഞാൻ അവിടെ നാമം ഉച്ചരിക്കത്തില്ല. അന്യ ദൈവങ്ങളുടെ നാമം പോലും നമ്മൾ ഉച്ചരിക്കാനായിട്ട് പാടില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയാം, യേശുവേ നന്ദി. അന്യ ദൈവ ആരാധനയുടെ പിന്നാലെ, കുട്ടിച്ചാത്തിന്റെ പിന്നാലെയൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തകർച്ച ഉറപ്പാണ്. അതുകൊണ്ട് ആ പോയവരൊക്കെ നിങ്ങൾ കുമ്പസാരത്തിൽ ഏറ്റുപറയണം. ഇനി ഒരിക്കലും അങ്ങനെ വഴിക്ക് പോകത്തില്ലെന്ന് തീരുമാനം എടുക്കണം. 6ാമത്തെ പ്രമാണം, വ്യഭിചാരം ചെയ്യരുത്. 1 കൊറിന്തോസ് 5:9, വ്യഭിചാരികളുമായി സംസർഗമരുത്. വ്യഭിചാര ജീവിതം നയിക്കുന്നവരുമായിട്ട് സംസർഗം പാടില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. കാരണം അവരിൽ പ്രവർത്തിക്കുന്ന ആ സ്പിരിറ്റ്, വ്യഭിചാരത്തിന്റെ ദുരാത്മാവ്, അവരോട് സഹകരിച്ചാൽ അതിന്റെ സ്വാധീനം നമ്മളിലേക്ക് ഉണ്ടാകും. ആ ഒരു പാപത്തിന്റെ സ്വാധീനം. അതുകൊണ്ട് അതിന്റെ പിന്നാലെ പോകാനായിട്ട് പാടില്ല. 1 കൊരിന്തോസ് 5:11 പറയുന്നു, പ്രത്യുത നിന്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസാൻമാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹ ആരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. കണ്ടോ, കള്ളൻ, മദ്യപാനി, വ്യഭിചാരികള്, സ്വർഗഭോഗി, വിഗ്രഹാരാധകൻ, അസാൻമാർഗികൾ, ഇവരുമായിട്ടുള്ള സംസർഗം പാടില്ല. അവരുമായിട്ടുള്ള കൂട്ടുകെട്ടിന് പോവരുത്. ഇച്ചൂടെ ഗൗരവമായിട്ട് അപ്പോസ്തലൻ പറയുന്നു, അവരും ഒരുമിച്ച് ഭക്ഷണം പോലും കഴിക്കരുത്. മദ്യപാനികളെ വ്യഭിചാരികളെ ഒക്കെ നമുക്ക് സ്നേഹിക്കാം, അവർ ദൈവത്തിന്റെ മക്കളാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കരുതെന്ന് വചനം പഠിപ്പിക്കുക. കാരണം എന്താണ്? ആ കൂട്ടുകെട്ട ബന്ധം നിന്നെയും അതേ പാപത്തിലേക്ക് നയിക്കും. സ്പിരിറ്റ് ഓഫ് അഡൽട്ടറി, വ്യഭിചാരത്തിന്റെ ദുരാത്മാവ്. ഹോസിയയുടെ പുസ്തകത്തില് നമ്മൾ ആ വചനം വായിക്കുന്നുണ്ട്. ഹോസിയ 5:4 പറയുന്നത്, തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നില്ല. ഇസ്രായേലിന്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു. അവർക്ക് കർത്താവിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. കാരണം അവരിലൊരു സ്പിരിറ്റ് ഉണ്ട്, വ്യഭിചാരത്തിന്റെ ദുരാത്മാവ്. എൻ്റെ പേര് ഐറിഷ് എന്നാണ്. എൻ്റെ സ്വന്തം വീട് ചേർപ്പിലാണ്. പുത്തഞ്ചിറയ്ക്കാണ് കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 2 മക്കളാണ്. 2 കുട്ടികൾ ഇൻഫെർട്ടിലിറ്റി ആയിട്ടാണ് കിട്ടിയത്. ആദ്യത്തെ കുഞ്ഞും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് ഓവറിയിൽ സിസ്റ്റും എൻഡോമെട്രിയോസിസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ കുഞ്ഞിന് പ്രാർത്ഥന കൊണ്ട് മാത്രം കിട്ടിയത്. അതേപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് യൂട്രസിൽ 3 ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 3 ഫൈബ്രോയിഡ്സ് വെച്ചുകൊണ്ട് തന്നെ കൺസീവ് ആയിട്ടാണ് 2ാമത്തെ കുട്ടി. അപ്പോൾ 4 മാസം തൊട്ട് ഫസ്റ്റ് മന്ത് തൊട്ട് തന്നെ ബെഡ് റെസ്റ്റും ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. പിന്നെ കൊച്ച് 4 മാസത്തിൽ തൊട്ട് ഇങ്ങനെ അബോർഷനായി പോകുന്നതാണ് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിരുന്നത്. ഉറച്ച വിശ്വാസവും പ്രാർത്ഥനയും. എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻസ് വരുമ്പോൾ അപ്പം തന്നെ ബ്രദറിനാണ് കൂടുതൽ ഇങ്ങനെ രോഗസൗഖ്യത്തിൻ്റെ തന്നെ യൂട്യൂബിൽ അത് കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അടുത്ത് തന്നെ താനീത്ത് അതുപോലെ ശക്തനിലൊക്കെ ബ്രദറിൻ്റെ റിട്രീറ്റൊക്കെ ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഞാൻ യോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. കൊച്ചിന് യാതൊരു കുഴപ്പമില്ലാതെ ഡെലിവറി ആവുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറയാം. അതുപോലെ തന്നെ ഡെലിവറി ആയ സമയത്ത് തന്നെ ചേർപ്പിലായിരുന്നു എൻ്റെ വീട്. അത് കാരണം അവിടെ തന്നെ കൺവെൻഷൻ വരികയും ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ ഡെലിവറി കഴിഞ്ഞ് അവിടെ തന്നെ കൺവെൻഷന് സാക്ഷ്യം പറയാൻ പറ്റുകയും ചെയ്തു. അതുപോലെ ആ സമയത്തും 3 ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ധ്യാനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഇനി വരുന്നൊരു കൺവെൻഷനായി 3 ഫൈബ്രോയിഡ്സും ചുരുങ്ങിക്കഴിഞ്ഞാൽ സാക്ഷ്യം പറയാമെന്ന്. അത് വളരെ അത്ഭുതകരമായി. അത് എൻ്റെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഈ പുത്തഞ്ചിറയിൽ എന്നെ ഇപ്പോൾ വീണ്ടും കുഴിക്കാട്ടിശ്ശേരിയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ മാത്രമായിട്ട് കൺവെൻഷൻ വെച്ച പോലെ എനിക്ക് തോന്നി. എനിക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങോട്ടും പോകേണ്ടി വന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു മാസം മുന്നേ ഫെബ്രുവരി 1st വീക്ക് സ്പോട്ടിങ് കണ്ടപ്പോൾ ഞാൻ ഫൈബ്രോയിഡ്സ് കൂടുതലായി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസിലേക്ക് ചേഞ്ച് ചെയ്തു 3 ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് സ്കാനിങ്ങിൽ അത് ഓവറി ആയിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നാണ് സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് സ്കാനിങ്ങിന് പോകുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് 7 സെൻറ്റിമീറ്ററോളം ഉണ്ടായിരുന്നത് ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ നന്നായിട്ട് ചുരുങ്ങി
ഒരു ചുരുങ്ങിയപ്പോൾ ഇംപ്രഷനിൽ തീരെ റിസൾട്ട് ഫൈബ്രോയിഡ്സ് ഉണ്ടെന്ന് എഴുതിയിട്ട് പോലുമില്ല. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. എത്ര നന്ദി പറഞ്ഞാലും മതിയല്ല വെച്ചാൽ ഓരോ ദിവസവും ഫൈബ്രോയിഡ്സിൻ്റെ കോംപ്ലിക്കേഷൻസ് ആലോചിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. നിമിഷ നേരം കൊണ്ടാണ് ചേഞ്ച് ചെയ്ത് വളരെ ഡിസീസ് കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് പറയുമായിരുന്നു ഫൈബ്രോയിഡ്സ് റിമൂവ് ചെയ്ത് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന്. അപ്പോൾ പല പ്രാർത്ഥനയിൽ മാത്രം വിശ്വാസം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈശോ ഇത്രയും വലിയൊരു അത്ഭുതം തന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. അത്ഭുതകരമായിട്ട് ഫൈബ്രോയിഡുകൾ വറ്റിപ്പോയി എന്നാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു കുഴപ്പങ്ങളുമില്ലാതെ കുഞ്ഞിനെ ഈ മോൾക്ക് കർത്താവ് നൽകി. 2 കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്തു. കർത്താവിൻ്റെ വലിയ സ്നേഹം, ഈ മോൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ച യേശുവിൻ്റെ വലിയ സ്നേഹത്തിന് നമുക്ക് കൈയടിച്ച് അവിടത്തേക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. വലതുകരം എത്തിപ്പിടിച്ച് ഈ മക്കൾക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവെ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. യേശുവെ നന്ദി. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.